KSRTC ബസ് നടുറോഡിൽ നിർത്തി ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് പരാതി. ബസ് അപകടകരമായ രീതിയിൽ പാർക്ക് ചെയ്താണ് ഡ്രൈവർ ഇറങ്ങിപ്പോയത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള വിചിത്ര ഉത്തരവുമായി ധനവകുപ്പ്. സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ നൽകേണ്ട എന്നാണ് ഉത്തരവ്. കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ പുതിയ ഉത്തരവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വലിയ തോതിൽ വ്യക്തി അധിക്ഷേപം നേരിട്ടെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. തുടക്കത്തിൽ അതെല്ലാം അവഗണിച്ചു. എന്നാൽ തുടർക്കഥയായി മാറിയതോടെയാണ് പ്രതികരിച്ചതെന്നും KK ശൈലജ വ്യക്തമാക്കി. എൽദോസ് കുന്നിപ്പള്ളി MLA-ക്കെതിരെ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ബലാത്സംഗ കുറ്റവും വധശ്രമ കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം ഇടക്കരയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ചു. ചുങ്കത്തറ സ്വദേശി തെജിൻസാനാണ് മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യുന്നതിനായി 100 അടി ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയ കൗമാരക്കാരൻ മുങ്ങി മരിച്ചു. ജാർഖണ്ഡിലാണ് സംഭവം. തടാകത്തിൽ കുളിക്കാനിറങ്ങിയ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവർ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തെങ്കിലും ജീവൻ നഷ്ടമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം ശനിയാഴ്ച നടക്കും. 58 മണ്ഡലങ്ങളിലായി 895 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലും പ്രചരണം നടത്തി. രാജസ്ഥാനിലെ ബിൽവാരയിൽ വധുവിന്റെ മുൻകാമുകൻ വരനെ വിവാഹവേദിയിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ദമ്പതികൾക്ക് സമ്മാനം നൽകാനെന്ന വ്യാജനയാണ് യുവാവ് വേദിയിലേക്ക് കയറിയത്. ഈ സമയത്താണ് യുവാവ് വരനെ കത്തിക്കൊണ്ട് പലതവണ കുത്താൻ ശ്രമിച്ചത്. എന്നാൽ വരൻ ധരിച്ചിരുന്ന വിവാഹ വസ്ത്രത്തിലും തലപ്പാവിലുമാണ് കുത്തുകളേറ്റത്. തമിഴ് ജനതയെ അവഹേളിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുരി ക്ഷേത്രത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് കടത്തിയെന്ന ആരോപണത്തിലൂടെ സംസ്ഥാനത്തെ അപമാനിച്ചു. തമിഴ് ജനതയെ മോഷ്ടാക്കളും വിദ്വേഷ പ്രചാരകരുമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സ്റ്റാലിൻ. മലയാളത്തിൽ റെക്കോർഡ് കുതിപ്പുമായി മമ്മൂട്ടി ചിത്രം ടർബോയുടെ പ്രീസെയിൽ മെയ് 23-ന് റിലീസ് ചെയ്യുന്നതിന് മുൻപുള്ള ബുക്കിംഗ് തീരാൻ ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് റെക്കോർഡ് നേട്ടം. 1400 ഷോകളിൽ നിന്നായി 2.60 കോടി രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റൊഴിഞ്ഞത്.